നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവളെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്ന? രൂപേഷേട്ടൻ എന്താ ഫോൺ എടുക്കാത്തെ? സ്നേഹിച്ച് ചതിച്ചിട്ട് വീണ്ടും എനിക്ക് അവള് ഫോൺ ചെയ്യാ. നിനക്കിപ്പോ എന്നെ വേണ്ടല്ലേ? എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ നോക്ക്. ഉള്ളില് ദേഷ്യം വെച്ചോണ്ട് ചിരിച്ചു നടക്കുന്നു. നിന്റെ അഭിനയം മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? വേണ്ട, ഇനി നീയായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. രൂപേഷേട്ടൻ ഇനി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തി കാണില്ലേ? പവിത്രൻ സാറിന് വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അതെല്ലാം അറിയാനാ വിളിക്കുന്നത്. ഒന്ന് ഫോൺ എടുക്കണ്ടേ രൂപേഷേട്ടാ? പവിയേട്ട, ഊണെടുക്കട്ടെ. പതുക്കെ നമുക്ക് അങ്ങോട്ട് പോയിരുന്ന് കഴിച്ചാലോ? പവിയേട്ടൻ അവശ്യ നിലയിലല്ലെന്ന് എല്ലാരും ഒന്ന് അറിയട്ടെ. വേണ്ട, നീ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ഉച്ചക്കുള്ള ഗുളി കഴിക്കാനുള്ളതാ. ശരി. ആ അതെ, നീ എന്റെ ഫോണിങ് എടുത്തേ. അതെ, അധിക നേരം ആരോട് സംസാരിക്കണ്ട, കേട്ടല്ലോ? ഹലോ, ഹോസ്പിറ്റലിൽ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല. എന്തായി കാര്യങ്ങള്? രൂപേഷിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പവിത്രൻ പറഞ്ഞതുപോലെ കുറച്ച് കൈയിൽ നിട്ടുകൂടി പൊലിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഫോൺ ചെയ്ത് ഡയറക്റ്റ് ആയിട്ടാണോ പറഞ്ഞത്?
ഞാൻ അങ്ങനെ പറയൂ? നിങ്ങൾ എന്നോട് ചോദിച്ചതിന് നിങ്ങളോട് പേഷ്യൻറ്റിനെ കുറിച്ച് പറയുന്നതായിട്ട് വോയിസ് ആണ് അയച്ചത്. ആഹാ. ആ വോയിസിന്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് അയച്ചേക്കാം. ഏയ് അത് വേണ്ട. ഒരു പകുതി IPS ഇവിടെ ഉണ്ട്. അവളെ ചിലപ്പോൾ മണത്തറിയും. ഉം. വോയിസ് കേട്ടതിന് എന്തെങ്കിലും റിപ്ലൈ ഇട്ടിരുന്നോ? ഇല്ല, ഒന്നുമില്ല. ഒരു ഇമോജി പോലും ഇട്ടിട്ടില്ല. പക്ഷെ അവൻ കേട്ടിട്ടുണ്ട്. ഉം. വോയിസ് മെയിൽ പ്ലേഡ് എന്ന് പറഞ്ഞ ടൈമും കാണിച്ചിട്ടുണ്ട്. ആ ആ, താനൊന്ന് സുഖമായിട്ട് വാ, നമുക്ക് ക്ലബ്ബിൽ വെച്ച് കാണാം. അതോ ഞാൻ നേരിട്ട് വിസിറ്റ് ചെയ്യണോ? ഏയ് വേണ്ട വേണ്ട വേണ്ട. തൽക്കാലം താങ്ക്സ് മാത്രം പറയുന്നു. ഓക്കെ. ശരി. എൻ്റെ പാസ്റ്റ് തേടി പോയതിന് ദർശന തിരിച്ചു വരട്ടെ. അവൾക്ക് ഞാൻ നല്ലൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി. ദർശനയ്ക്ക് കടുത്ത ശിക്ഷയാവണമെങ്കിൽ ഈ വോയിസ് മെസ്സേജ് മാത്രം പോരാ. നന്നായി ഒന്ന് മൂപ്പിക്കണം. എങ്കിലേ അവൾ കൊമ്പനിടയുന്നത് പോലെ തിരിഞ്ഞു കുത്തു. ദാ, ദാ. നിനക്കേ ഒരു ഹാപ്പി ന്യൂസ് കേൾക്കണോ? ഹാപ്പി ന്യൂസോ? ആ നിങ്ങൾ ഇവിടെ സുഖമില്ലാതിരിക്കുമ്പോ എന്ത് ന്യൂസ് കേട്ടാലും ഞാൻ ഹാപ്പി ആവില്ല. ആ എന്നാൽ ഇത് കേട്ടാ നീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. രൂപേഷ് ദർശനെ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പടി ഇറക്കുന്നത് വരെ കൊണ്ടെത്തിക്കുന്ന ന്യൂസാ. ആണോ? എന്താ അത്? ദർശന ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ല. അവളൊരമ്മയാവില്ല ഗിരിജെ. അതാണോ? അതിലിപ്പോ എന്തിരിക്കുന്നു? എത്ര നാളായി ഞാൻ അവൾക്ക് ജ്യൂസിൽ അതിനുള്ള സ്ലോ പോയിസൺ കൊടുത്തോണ്ടിരിക്കുക. പ്രസവിക്കാതിരിക്കാനല്ല, ഈ ഭൂമിയെ വിട്ടൊഴിയാനുള്ള വിഷം. അതായിരിക്കും, അതിന്റെ ഫലമായിരിക്കും ഈ കാണുന്നതൊക്കെ. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് എനിക്കല്ലേ? ഞാനല്ലേ ഈ ന്യൂസ് അങ്ങോട്ട് പറയണ്ടേ? എടി ഗിരിജെ, കുറെ കാലമായിട്ട് അവള് വയറുവേദന എന്ന് പറഞ്ഞ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് റെഗുലറായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ആ മരുന്ന് എന്തിനാണെന്നറിയാമോ? അവൾ ഒരിക്കലും ഗർഭിണിയാവാതിരിക്കാൻ. ഞാൻ എൻ്റെ ചില കണക്ഷൻസ് ഉപയോഗിച്ച് ആ ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് സമ്മതിപ്പിച്ചതാ.